നിയമലംഘനം നടത്തുന്ന കമ്പനികൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് കർശന നിയന്ത്രണവുമായി മലിനീകരണ നിയന്ത്രണ ബോർഡ്. ചെയർപേഴ്സന്റെ അനുമതിയില്ലാതെ നടപടിയെടുക്കരുത് എന്നാണ് സർക്കുലർ. അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകുന്നതിനും വിലക്കുണ്ട്. ഉത്തരവിന്റെ പകർപ്പ് 24-ന് കിട്ടി. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, എന്താണ് ഇങ്ങനെയൊരു പ്രത്യേക ഉത്തരവ് ഇറക്കാനുള്ള സാഹചര്യം? എന്താണ് അത് സംബന്ധിച്ച വിശദീകരണം അശ്വിൻ? രജിത്ത്, കഴിഞ്ഞ മാസങ്ങളിലെല്ലാം പെരിയാർ മലിനീകരണവുമായി ബന്ധപ്പെട്ട് നിരവധി കമ്പനികൾക്കെതിരെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടപടി എടുത്തിരുന്നു. അത് ഇടയാർ വ്യവസായ മേഖലയിൽ തന്നെ 5-ലധികം കമ്പനികൾക്കെതിരെയാണ് ഇത്തരത്തിൽ അടച്ചുപൂട്ടൽ നോട്ടീസ് അടക്കം നൽകിയത്. അത് കൃത്യമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു, അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അന്ന് കണ്ടെത്തിയത് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ തന്നെയായിരുന്നു. പെരിയാറിലേക്ക് രാസമാലിന്യം ഒഴുക്കിയെന്നടക്കമുള്ള കണ്ടെത്തലുകളും അതൊഴുക്കാനുള്ള കുഴലുകളടക്കം കണ്ടെത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ കമ്പനികൾ അടച്ചുപൂട്ടുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ ഒരു വിചിത്ര ഉത്തരവ്, ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്: ഇത്തരത്തിലുള്ള കമ്പനികൾക്കെതിരെ നടപടിയെടുക്കാൻ പ്രാദേശിക പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലുള്ള ഉദ്യോഗസ്ഥർക്ക് അവകാശമില്ല, അധികാരമില്ല എന്നുള്ളതാണ് ആ സർക്കുലർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയാൽ, അതായത് ജലമലിനീകരണവും അന്തരീക്ഷ മലിനീകരണവും ഒക്കെ കണ്ടാൽ, അത് തെളിഞ്ഞാൽ പോലും സ്വമേധയാ നടപടിയെടുക്കാൻ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഇനി അധികാരമില്ല എന്നുള്ളതാണ് സർക്കുലർ പറയുന്നത്. അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകണമെങ്കിൽ സംസ്ഥാന ചെയർപേഴ്സന്റെ അനുമതി വേണം എന്നുള്ളതാണ്. അവരെ അറിയിച്ച ശേഷം, അവരുടെ അനുമതി ലഭിച്ച ശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാവൂ എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അത് എന്തായാലും വലിയ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്ന ഒരു സർക്കുലർ കൂടിയാണ്. അതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണ്, അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിക്കാൻ കാരണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. ഈ കമ്പനികളെ സഹായിക്കാനുള്ള ഇടപെടലാണ് PCB നടത്തുന്നത് എന്നുള്ള ആരോപണങ്ങളും പരിസ്ഥിതി പ്രവർത്തകരടക്കം ഇറക്കിയിട്ടുണ്ട്. എന്തായാലും സർക്കുലറിനെതിരെ പരസ്യ പ്രതിഷേധം കൂടി ഉയർത്താൻ ഒരുങ്ങുകയാണ് പരിസ്ഥിതി സംഘടനകളും പ്രവർത്തകരുമൊക്കെ. ശരി, അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.